ഹലോ നമസ്കാരം. ഈത്തൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ജീലോങ്ങിനെ പറ്റിയാണ്, അഥവാ ജി ടൗണിനെ പറ്റിയാണ്. മെൽബണിന് ഏകദേശം 70 കിലോമീറ്റർ എവേ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വളരെ അധികം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തുകൊണ്ട് ഈ പ്രദേശം താമസിക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ള കുറേ പോയിന്റുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ജീലോങ് ഞാൻ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം അലട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം വിക്ടോറിയയുടെ ഒരു റീജിയണൽ ഏരിയ ആയ ജിലോങ്ങിൽ എത്രമാത്രം ജോലികളുണ്ടാവും എന്നുള്ള കാര്യത്തെപ്പറ്റി വലിയ കൺഫ്യൂഷനായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടെ ജോലികൾക്ക് ഒരു കുറവുമില്ല. ആരോഗ്യ മേഖലയിലാണെങ്കിലും റീറ്റെയിൽ മേഖലയിലാണെങ്കിലും അല്ല ടീച്ചിങ് അങ്ങനത്തുള്ള മേഖലകളിലാണെങ്കിലും അല്ലെ മാനുഫാക്ചറിങ് മേഖലകളാണെങ്കിലും എല്ലാ മേഖലകളിലും നമുക്കിവിടെ ജോലിയുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ജോലി ഏതാണെന്ന് പറഞ്ഞാലും നമ്മളത് എടുക്കുക എന്നുള്ളതാണ്. ആ ജോലി നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ജോലികളിലേക്കൊക്കെ മാറാവുന്നതാണ്. നിങ്ങളുടെ ഫീൽഡിലല്ലാത്തൊരു ജോലിയാണ്, പക്ഷേ സംതിങ് സിമിലർ ടു ദാറ്റ് ഫീൽഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ജോലി വളരെ ഈസിയായിട്ട് ഞാൻ എടുക്കാനും അവിടെ നിന്ന് പടിപടിയായി കയറി എനിക്ക് വളരെ നല്ല ഒരു പൊസിഷനിലെത്താനും എനിക്ക് സാധിച്ചു. ഞാൻ ബേസിക്കലി IT മേഖലയിലായിരുന്നെങ്കിലും എനിക്ക് പക്ഷേ ഹെൽത്ത് കെയറിലേക്ക് മാറണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. നമുക്ക് ഓസ്ട്രേലിയയിൽ അതിന് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ചെയ്ത ജോലി എന്ന് പറയുന്നത് PCA ആയിട്ടായിരുന്നു, അതായത് പേഴ്സണൽ കെയർ അസിസ്റ്റൻ്റ് എന്നുള്ള ജോലിയായിരുന്നു. അവിടുന്ന് ENനും അവിടുന്ന് RNനും ആകാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അതങ്ങനെ പടിപടിയായി കയറി വരാൻ കാരണമായത് ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ ജോലിയിലായിരിക്കും, പക്ഷേ നമുക്കിവിടെ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജിലോങ്ങി വന്നപ്പോഴത്തേന് എനിക്ക് അതുപോലൊരു ജോലി കിട്ടാൻ എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി അത് ഞാൻ അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. സാധാരണഗതിക്ക് ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ജോലി, അത് വേണ്ട ജോലി എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ആദ്യമായി കിട്ടുന്ന തന്നെ ജോലി എടുക്കുകയും അതിൻ്റെ റെഫറൻസ് ഒക്കെ വെച്ച് നമുക്ക് മുമ്പോട്ടുള്ള ജോലികളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ്. അതിന് ഏറ്റവും പറ്റിയൊരു പ്രദേശമാണ് ജിലോങ്. ജിലോങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇതുപോലെ പച്ചപ്പും ഹരിതാഭയും നല്ല ചെടികളും മരങ്ങളും പൂക്കളും നിങ്ങളിപ്പോൾ കാണുന്ന അതേ രീതിയിലാണ് ഇവരിതിനെ ഫുള്ള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കൗൺസിൽ അതിന് വളരെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എവിടെ ചെന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഒരു തണുപ്പ് നൽകുന്ന രീതിയിലുള്ള അനുഭവമാണ് ഇവിടുത്തെ ഏത് ഭാഗത്ത്, അതായത് അർബൻ ആണെങ്കിലും റൂറൽ ഏരിയ ആണെങ്കിലും എവിടെ ചെന്നാലും നമുക്കുണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റിയുടെ ഏറ്റവും നടുക്കുള്ള ഒരു ചെറിയ പ്രദേശത്താണ്. ഇതുപോലും എത്ര മനോഹരമായിട്ടാണ് അവർ പുല്ല് വെട്ടിയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും ഒക്കെ ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ കൃത്യമായ നടുക്കുള്ള ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും അവരവിടെ ഒരു സ്ഥലമുണ്ടാക്കി അവിടെ ഒരു ഇരിക്കാനുള്ളൊരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കി പാർക്ക് ഉണ്ടാക്കി ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ജിലോങ്ങിൻ്റെ ഹൗസിംഗ് മേഖലകളെ പറ്റി പറയാനാണെങ്കിൽ വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു $350 ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ബെഡ്റൂം 3 ബെഡ്റൂം ഹൗസ് 2025 നിങ്ങൾക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും.
അല്ല നിങ്ങൾക്ക് മേടിക്കാനാണ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റിനാണ് താല്പര്യമെങ്കിൽ ഒരു 3,50,000, 4 ലക്ഷം, 5 ലക്ഷം ആ റേഞ്ചിലൊക്കെ വളരെയധികം വീടുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണിപ്പോൾ. ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ അവശ്യ സാധനങ്ങളും കിട്ടുന്ന ഏരിയാസാണ് ഇവിടെ ഉള്ള എല്ലാ ചെറിയ സബർബുകളും. അപ്പോൾ ജീലോങ് എന്ന് പറയുന്നത് ഹൗസിംഗ് മേഖലയിൽ അല്ലെ നിങ്ങളൊരു വീട് മേടിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു സ്ഥലമാണ് ജീലോങ്. ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ജീലോങ്ങിൽ ഒത്തിരി അധികം അവൈലബിൾ ആണ്. അതായത് ഈ കാണുന്ന പോലുള്ള സ്ഥലങ്ങൾ താമസിക്കാനായിട്ട് നമുക്ക് വളരെയധികം പ്രോപ്പർട്ടീസ് ഇവിടെ അവൈലബിൾ ആണ്. മൊട്ടക്കുന്നുകളും താഴ്വരകളും തോടുകളും കടലിടുക്കുകളും കടലിൻ്റെ ഭാഗങ്ങളും ഒക്കെയുള്ള വളരെ നല്ല സ്ഥലങ്ങൾ നമുക്ക് താമസിക്കാനായി ജിലോങ്ങിൽ അവൈലബിൾ ആണ്. ജിലോങ്ങിൻ്റെ ഹൃദയഭാഗം അലങ്കരിക്കുന്ന വെസ്റ്റ്ഫീൽഡ് ഷോപ്പിംഗ് സെൻറ്റർ മുതൽ കോൾസ്, വൂൾവർത്ത്, IGA, കോമൺവെൽത്ത് ബാങ്ക്, ബെൻഡിഗോ ബാങ്ക്, KFC, മെക്ഡൊണാൾഡ്സ്, ആൽഡി തുടങ്ങിയ എല്ലാവിധ റീറ്റെയിൽ സ്ഥാപനങ്ങളും, ഗുഡ് ഗൈസ്, JB Hi-Fi, ജെയ്കാർ, സെൻട്രകോം, നിസാൻ, ബെൻസ്, ഫോർഡ് തുടങ്ങിയ എല്ലാവിധ അന്താരാഷ്ട്ര ഭീമന്മാരും തങ്ങളുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാക്കിയ ഒരു പ്രദേശമാണിത്. അതുമാത്രമല്ല, വളരെയധികം ഏഷ്യൻ സ്റ്റോറുകളും ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കടകളും ഇന്ത്യൻ ഗ്രോസറീസ് കിട്ടുന്ന കടകളും ഒക്കെ ഇവിടെയുണ്ട്. 76ഓളം പ്രൈമറി സ്കൂളുകളും 22ഓളം സെക്കൻഡറി സ്കൂളുകളും 100ഓളം കിൻഡർ ഗാർഡനുകളും ലോക വിദ്യാഭ്യാസ മാപ്പിൽ ഇടം പിടിച്ച ഡീക്കൻ യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ 2 സ്കൂളുകൾ എന്ന അനുപാതത്തിൽ നമുക്കിവിടെ സ്കൂളുകളുണ്ട്. വില്ലേജ് സിനിമ, റീഡിംഗ് സിനിമ, ലൈസ് ടാഗ് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സ് അങ്ങനെ തുടങ്ങിയ സകലവിധ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സും, കടലിന് നടുവിൽ പണിത ഒരു സ്വിമ്മിംഗ് പൂളും, മാത്രമല്ല ധാരാളം കടലിടുക്കുകളും ആഴം കുറഞ്ഞ സ്വിമ്മിങ്ങിന് പറ്റിയതായിട്ടുള്ള ഏരിയാസൊക്കെ ഉള്ള വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള പാർക്കുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് ജിലോങ്. ജിലോങ്ങിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ മെയിൻ ബ്രാൻഡുകളായിട്ടുള്ള ഫുഡ് ചെയിനുകളും ഉള്ള ഒരു ഏരിയയാണ് ജിലോങ്. KFC, മെക്ഡൊണാൾഡ്സ്, റെഡ് റൂസ്റ്റർ എന്ന് തുടങ്ങി സകല ലോകത്തിൽ ഏറ്റവും പേര് കേട്ടിട്ടുള്ള എല്ലാവിധ ഫുഡ് ചെയിനുകളും വളരെ അടുത്ത് വളരെയധികം സെൻറ്റേഴ്സും സ്റ്റോറുകളുമായിട്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് ജിലോങ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മെൽബണിൽ നിന്ന് എവയാണ് ജിലോങ് ഒരു റീജിയണൽ ടൗൺ ആണെന്നുള്ള ഒരു കാര്യം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു സാധനം കിട്ടാതാവുന്നില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. കടലിൻ്റെ നടുക്ക് ഇവർ പണിത് വെച്ചിരിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ഇത് കടലാണോ അതോ സ്വിമ്മിംഗ് പൂളാണോ എന്നുള്ളത് തരംതിരിക്കുന്നത് അല്ലെ അതിനെ അതിരിട്ടിരിക്കുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം മാത്രമാണ്. കടലിൻ്റെ നടുക്ക് വളരെ സെക്യൂറായിട്ടും വളരെ സുരക്ഷിതമായിട്ടും നമുക്ക് നീന്താനുള്ള അവസരമുണ്ട്. ആഴമുള്ള ഏരിയ ഉണ്ട്, ആഴമില്ലാത്ത ഏരിയ ഉണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏരിയ ഒക്കെ ഉണ്ട്. ഇതെന്താണെന്നല്ലേ, ഇതാണ് ബളഡ്സ്, അതായത് മരക്കുറ്റിയിൽ തീർത്തിരിക്കുന്ന ശില്പങ്ങളാണ്. ജാൻ മിച്ചൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ജിലോങ്ങിൽ അങ്ങോളം ഇങ്ങോളമായി 104ഓളം ശില്പങ്ങൾ ഇവർ പണിതിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ്ഫീൽഡ് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് വളരെ ബൃഹത്താണ്. നമുക്ക് എപ്പോൾ വന്നാലും പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജിലോങ്ങിലേക്ക് എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. ധാരാളം പാർക്കിംഗ് ഏരിയ ഇതിനകത്ത് തന്നെയുണ്ട്. മാത്രമല്ല ജിലോങ്ങിന് ചുറ്റും ഏരിയയിൽ എല്ലായിടത്തും പാർക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ വളരെയധികമുണ്ട്.
ഞാൻ ഇതുവരെ പറഞ്ഞതും പറയാത്തതുമായ 1000 കാരണങ്ങൾ നിമിത്തമാണ് ഞാൻ ജിലോങ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ അകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും, ഓസ്ട്രേലിയയുടെ ഏത് ഭാഗത്തു നിന്നും ഇവിടെ വന്ന് നിങ്ങൾ സെറ്റിലായാൽ നിങ്ങൾ മിസ് ഔട്ടായി പോകുന്ന ഒരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം പോസിറ്റീവുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഭാവിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ട്രാവലും ലൈഫ് സ്റ്റൈലും ഒക്കെ ബന്ധപ്പെടുത്തി ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കടന്നു പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.